ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലുള്ള ഒരു കറി തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ കറിയുടെ മെയിൻ താരം എന്ന് പറയുന്നത് ഈ നെല്ലിക്ക തന്നെയാണ്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ അത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഈ കറി ഉണ്ടല്ലോ, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റിൽ തന്നെ ഉള്ള ഒരു ഐറ്റം ആണ്. അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ കുറച്ച് സമയം മതി. ഈ കറിയെ നമ്മളിവിടെ പറയാനുള്ളത് അരച്ച് കളിക്കിയത് എന്നാണ്. അപ്പോ അരച്ച് കളിക്കിയത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയാലോ. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ. അരച്ച് കളിക്കിയത് ഉണ്ടാക്കാനായിട്ട് നമ്മളെന്ന് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 നെല്ലിക്കയാണ്. 3-4 പേർക്ക് കഴിക്കാനായിട്ടാണ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 നെല്ലിക്ക മതി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ നെല്ലിക്ക നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ട് വളരെ കുറച്ച് വെള്ളത്തിലിട്ട് 3-4 മിനിറ്റ് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ നെല്ലിക്കയിലുള്ള സംഭവങ്ങളൊക്കെ ആ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ഈ വെള്ളം കളയരുത്. ഇതേ വെള്ളം തന്നെ നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാം. തിളച്ച് കഴിഞ്ഞ് ചൂടാറി വരുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള കുരു എടുത്ത് മാറ്റാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കറി ഉണ്ടാക്കാനായിട്ട് 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. നമ്മൾ ആ 3-4 മിനിറ്റ് നെല്ലിക്കനൊന്ന് തിളപ്പിച്ചെടുത്തോളൂ ആദ്യം. അതൊഴിച്ചാൽ ഇനിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നതാ. നമ്മളിന്ന് എടുത്തിരിക്കുന്ന 2 നെല്ലിക്കന്റെയും സെന്ററിലുള്ള കുരു കളഞ്ഞിട്ട് ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് കൂടെ തന്നെ ഏകദേശം 1 പിടി അളവിൽ തേങ്ങ ചിരവിയതും അത്യാവശ്യം വലുപ്പത്തിലുള്ള നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് നമ്മളിപ്പോൾ 1 പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. കൂടെ തന്നെ 3 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് 3ഉം കൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ നെല്ലിക്ക വേവിച്ച് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം തിക്കായിട്ട് തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും ഒരുപാട് ലൂസ് അല്ലാതെ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാൻ നല്ലത്. ഇനിയിപ്പോ ഈ ഒരു സംഭവം കൂടെ കഴിഞ്ഞാല് കറി റെഡിയായി. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടേ. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതായത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ അരച്ച് കലക്കിയത്, അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച ശേഷം ഇത് തിളച്ച് വരരുത്. നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാതെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇനിയിപ്പോൾ മഞ്ഞപ്പൊടി നിർബന്ധമുള്ളവർക്ക് അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. നെല്ലിക്ക ഉപ്പിലിട്ടതും അച്ചാറും ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ പേരും കഴിച്ചിട്ടുണ്ടാവുക. ഇതുപയോഗിച്ച് കറി ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.